ഈ രണ്ട് കള്ളന്മാരും നിയമസഭയിൽ ഇരിപ്പുണ്ട്, മനസ്സിലായോ? മുഖ്യമന്ത്രി വിളിച്ചാൽ ബഹുമാനിക്കണം. കാര്യം കള്ളനാ എന്നാലും ബഹുമാനിച്ചേക്കുക. കാര്യം കളനാ എന്നാലും ബഹുമാനിച്ചേക്കുക. എന്റെ പൊന്നു പിണറായി, ഞങ്ങൾക്ക് അതിനുള്ള വിവരമൊക്കെ ഉണ്ട് തന്നെ കയ്യിലും. തനിക്ക് വിവരമില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. വീട് ഇവിടെ പറവൂറുകാരനായ സതീശൻ ഉൾപ്പെടെ 140 MLA-മാരും പ്രസന്റ് ആണ്. 140 MLA-മാർ ഒരു തർക്കമില്ലാതെ കൈ പൊക്കി കൊടുത്ത് അത് പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു. മതിയോ? എന്നിട്ടാണ് ഇവിടെ വന്ന് രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നു. അച്ഛനൊന്ന് ആലോചിച്ചു. ഇന്നലെ 2 മാന്യന്മാരിവിടെ വന്നു. എന്നോട് ക്ഷമിക്കണം ശിവ. 1 ജോസഫ് ഇല്ലേ, 2 മോൺസ്. ഈ 2 കള്ളന്മാരും നിയമസഭയിൽ ഇരിപ്പുണ്ട്, മനസ്സിലായോ? അത് കഴിഞ്ഞ് പറയാം. ഇവർ 2 കൂടി ഇരുന്നോണ്ട് കൈപൊക്കി കൊടുത്തു. നിങ്ങളെ പുറത്തിറക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കി. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. തീർന്നില്ല, മിനിങ്ങാന്ന് വേറെ വെറുങ്കള്ളം വന്നു. ജോസ് കെ മാണി സ്വന്തം തന്തക്കിട്ട് തല്ലിയവനാണ്. ഞാൻ തെറിവെച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞേ. അവൻ മാത്രമാണ് അവന്റെ MP. അവൻ MP ആണ്. അവന്റെ MLA-മാർ 5 എണ്ണം. ഇവന്മാരും കൈപൊക്കി കൊടുത്തു, പാസ്സാക്കി കൊടുത്തു. മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചേ, ഇവന്റെ ഒക്കെ തല വെള്ളം വീണിട്ടോ വെച്ചു? നിങ്ങൾ വെച്ച വെള്ളത്തിനകത്ത് പോലെ ചൊറുക്കായ പോലെ വരുന്നു. അല്ലേ പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് അഹങ്കാരമായിട്ടാ തോന്നണത്. അല്ലെ പിന്നെ എങ്ങനെ ഇത് ഒപ്പിടും? മധ്യശം പറഞ്ഞു എനിക്കറിയാം എങ്ങനെ ഒപ്പിടും. ഞാൻ ഞാൻ ഇത്തവണ തോറ്റയാളാ നിയമസഭയിലേക്ക്. വളരെ സംതൃപ്തനാണ്. എനിക്ക് ഇതിൻ്റെ വോട്ട് വേണ്ടടാന്ന് പറഞ്ഞ് തോറ്റവനെ. പക്ഷേ എനിക്ക് തോറ്റ സന്തോഷമായിരുന്നു. കാരണം ഒരു റെസ്റ്റ്, എനിക്ക് വേറെ പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ നിയമം പാസ്സായപ്പോൾ എൻ്റെ മനസ്സിൽ വേദനിച്ചു. ഇത്തവണ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തോക്കണ്ടായിരുന്നു, ജയിക്കണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും ആ സഭയിൽ ഇരുന്നെങ്കിൽ ഈ കള്ള കഴിവേറുകളെ ഞാൻ മര്യാദ പഠിപ്പിച്ചേനെ. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. ഒന്ന് ആലോചിച്ചേ, ഇങ്ങനെ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാനുള്ള ബാധ്യതയില്ല. തേല വെള്ളം വീണവന് ഇവിടെ ഹൈന്ദവ സഹോദരനൊക്കെ അതിന് ബാധ്യതയില്ലേ? എതിർക്കണ്ടേ? ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നവരാണ് ബാധ്യത കാണിക്കണ്ടേ? ഇവിടുത്തെ MLA ഉണ്ട്, CPM-കാരൻ. അയാളോട് എനിക്ക് പരാതിയുള്ള ഒരു പാവത്താനാണ്. അയാളെ പാർട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തോട്ടെ, ഞാൻ മിണ്ടുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ജോസഫ് മാണിയും ഈ 2 കശ്മലന്മാരെയും ഈ നാട്ടിൽ ഓടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാർ വല്ല കൂട്ടാത്മഹത്യ ചെയ്ത് ജീവിച്ചോളാം. ഒരുത്തരും നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുന്ന പ്രശ്നമില്ല. ധൈര്യമായിട്ട് അവിടെ ഇരുന്നു. അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിക്കുന്നത് നരേന്ദ്രമോദിജി ആണെങ്കിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ഒരാളെ പോലും ഇവിടുന്ന് ഇറക്കി വിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ വസ്തുവിന് ആധാരത്തിന് വില നൽകി ആ വിലയുള്ള ആധാരമാക്കിയതിനെ മാറ്റി നിങ്ങളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് BJP-കാരനായ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ ധൈര്യമായിട്ട് ധാര ഇറക്കി വിടുന്നതെന്ന് കാണട്ടെ. കേസെടുത്ത് ഒലത്തിക്കളയുന്ന കാണട്ടെന്ന്. അത് കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളവിടെ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വെച്ചു. നോബൽ അറിയാമല്ലോ. ആ ജോയിന്റ് പാർലമെന്ററി പാർട്ടി വെച്ച് കൂടിയപ്പോൾ കോൺഗ്രസിന്റെ ആളുകളുടെ MP-മാരും പങ്കെടുക്കാനാണ്. അച്ഛനാൽ ആ ക്ലാസ് തല്ലി ഒട്ടിച്ച് കൈ കൊത്തി കയറി. എന്നാൽ അവനൊക്കെ ചങ്ക് കയറിയാ വേണ്ടുകാരായിരുന്നു. അറിഞ്ഞില്ലേ നിങ്ങള്? എന്തൊരു അച്ഛൻ അക്രമം പറയല്ല, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ചേ. എന്നിട്ട് ഇതിലേതാണ്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുക. ഇവരൊക്കെ തൊലിക്കെട്ടി എന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയാണ്. ഇവിടെ ഇരിക്കുന്ന പാവങ്ങൾ നിങ്ങൾ സത്യാഗ്രഹം ചെയ്യുക. ഞാനാണെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാൻ വന്നതെന്ന് തോന്നി അന്നേരം താഴേക്ക് തട്ട് കൊടുത്തു നാട് ഓടിക്കണമെന്ന്. അല്ല, ഇവൻ്റെ ഒന്നും പ്രസംഗം കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി വേദനിപ്പിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന എന്ന വ്യാജാനം ഇവിടെ വന്നിട്ട് നിയമപരമായ അസംബ്ലി പോലുള്ള മേഖലകളിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്നുള്ളൂ. അല്ല, ഇത്രയും ഞാൻ പറയുകയല്ല. പിണറായി ഒരു പുതിയ ബുദ്ധിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും. അച്ഛനെ വല്ലതും വിളിച്ചായിരുന്നോ? അച്ഛനെ വിളിച്ചോ? അച്ഛൻ വിളിക്കും. വരുന്നില്ല എന്നൊന്ന് പറഞ്ഞേക്കണേ. കാരണം പറഞ്ഞുതരാം. ചുമ്മാ വെറുതെ അല്ല വരുന്നത്. മുഖ്യമന്ത്രി വിളിച്ചാൽ ബഹുമാനിക്കണം. കാര്യം കളനാ എന്നാലും ബഹുമാനിച്ചേക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്,
എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞ എന്താ? ഇവിടെ കിടക്കുന്ന 610 ആളുകളുടെ കുടുംബങ്ങൾ കൈവശം ഇരിക്കുന്ന 404 ഏക്കർ ഭൂമി. അയാൾ പറഞ്ഞ കണക്കാണ് ഞാൻ പറയുന്നത്. ആ 404 ഏക്കർ ഭൂമിക്ക് പകരം കാസർഗോഡ് ഒരു 400 ഏക്കർ സ്ഥലം കൊടുത്താൽ പ്രശ്നം തീർത്തെന്ന്. എങ്ങനെ ഇരിക്കുന്നു? 400 ഏക്കർ പിണറായി വിജയൻ ദാനം ചെയ്യുക. ആർക്ക്? കേരള സർക്കാരിൻ്റെ സ്വത്ത്. ആർക്കാണ് ദാനം ചെയ്യുന്നത്? വഖഫ് ബോർഡ് എന്ന പേര്. ആരാ വഖഫ് ബോർഡ്? മകളെ കെട്ടിയവനൊന്ന്. എന്നാ അവൻ്റെ പേര് റിയാസ്. മനസ്സിലായില്ലേ? അപ്പം മകൾക്ക് 200 ഏക്കറും മരുമകന് 200 ഏക്കർ 400 ഏക്കർ കൊടുത്ത് പ്രശ്നം തീർത്തേക്കാം. എൻ്റെ പൊന്ന് പിണറായി, ഞങ്ങൾക്ക് അതിനുള്ള വിവരമൊക്കെ എടുത്തു. തന്നെ കയ്യിലും തനിക്ക് വിവരമില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല. എല്ലാരും കൂടി ഒരു മിണ്ടാപ്രാണിയെ കളിയാക്കിയത്. നമ്മളെ പോലെ വകതിരിവുണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യോ? ആയിരം കച്ചവടത്തിനൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. താങ്കൾ മുഖ്യമന്ത്രിയാണെന്ന അഹങ്കാരത്തോടുകൂടി അത് ചെയ്താൽ ഒരു കൊല്ലം വെച്ചേ ഉള്ളൂ, താഴെ ചാടിക്കും. അത് കഴിയുമ്പോൾ വരുന്ന ഗവൺമെന്റ് അത് പിൻവലിച്ചിരിക്കും. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും. അത് വേറെ കാര്യം. ഒരു കാരണവശാലും തരുന്ന പ്രശ്നമില്ല. 400 ഏക്കർ സ്ഥലം നല്ല സുഖമല്ലേ? കാസർഗോഡ് 1 സ്ഥലം വെച്ചു, അത് കൊടുത്തേക്കാം. ഒരു സെന്റ് കൊടുക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അതിലൊന്നും നിങ്ങൾ വീണാക്കരുത്. പാവപ്പെട്ട മത്സ്യത്തിൽ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളാണെങ്കിൽ നയമ്പെടുക്കാൻ അറിയാവുന്നവരാണെന്നും എനിക്കറിയാം. ഇപ്പോൾ നയമ്പെടുക്കാൻ സമയം ആയിട്ടുണ്ട് എന്ന് കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായും. കാരണം തിരുവനന്തപുരത്ത് അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിന്നവനെ ആ മത്സ്യത്തൊഴിലാളി തന്നൊരു മാല എൻ്റെ കഴുത്ത് ഇപ്പോഴും കിടക്കുന്നത്. മാലയല്ല, 3 ഉണ്ട. എന്നാന്ന് എനിക്കറിയത്തില്ല. അവർ തന്ന ഇപ്പോഴും കഴുത്ത് കിടപ്പുണ്ട്. ഇതേ കിടപ്പുണ്ട്. അന്ന് 96 ഇട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത്രമാത്രം ബന്ധം ഈ സമൂഹമായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ മറ്റു വിശദാംശങ്ങൾ ഒന്നും കിടക്കുന്നില്ല. ഒരു കാരണവശാലും ഇവിടെ കിടക്കുന്ന പാവങ്ങളെ ഇറക്കി വിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നതുപോലെ തന്നെ ഈ പാവങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാവണം. അവരുടെ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ പണമില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവർക്ക് റേഷൻ സംവിധാനം കറക്റ്റായിട്ട് കൊടുക്കണം. അവരുടെ പെൺമക്കൾക്കും കുടുംബങ്ങൾക്കും കുടുംബശ്രീ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആനുകൂല്യം കൊടുത്തിരിക്കണം. അങ്ങനെ കേരള സംസ്ഥാനത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കുടുംബങ്ങളാക്കി ഈ മേഖലയിലെ മുനമ്പ മേഖലയിലെ 610 കുടുംബങ്ങളെ മാറ്റിയെടുക്കാനുള്ള ചുമതല നമുക്ക് യോഗ്യമായിട്ട് ഏറ്റെടുക്കാം. ആ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റു വിശദാംശമായി കിടക്കുന്നില്ല. എനിക്ക് നിങ്ങളെ മാധ്യമങ്ങളോട് പ്രത്യേക സ്നേഹമുണ്ട്. നിങ്ങളാണ് ഈ കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളെ അറിയിക്കുന്നത്. നിങ്ങൾ വളരെ മാന്യത കാണിക്കുക. എല്ലാ ചാനലുകാരും നന്ദി പറയുക. നിങ്ങളെപ്പറ്റി ആരും പറയാറില്ല, പക്ഷേ എനിക്ക് നിങ്ങളെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളാണ് ഈ വിഷയം ജനകീയമാക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സേവനം ചെയ്ത മാധ്യമങ്ങൾ, വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും. നിങ്ങൾ 2 കൂട്ടരോടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതർ, എന്നോടൊപ്പം വന്ന് ജിതിൻ്റെ ആൾ ഉൾപ്പെടെ. അറിയത്തി ഞാൻ വന്ന് കണ്ട് കഴിച്ചൊന്നും കണ്ടില്ലല്ലോ. ജിതിനെ പോയോ? അവിടെയാണോ നിൽക്കുന്നത്? സമരം ഇവിടെ അവിടെയല്ല. എല്ലാവരോടും ഉള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു.